സോളാർ തട്ടിപ്പ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പ്രഖ്യാപനം ഭരണഘടനയുടെ ലംഘനവും മൌലികാവകാശങ്ങളുടെ നിഷേധവുമാണെന്ന് നിയമവിദഗ്ധർ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ.കെ.ജിയുടെ അനുയായികളാണ് വ്യക്തികളെ ബലം പ്രയോഗിച്ച് തടഞ്ഞുവയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാമെന്ന് വ്യാമോഹിക്കണ്ട. ആ പരിപാടി സമ്പർക്കമായാലും സംസർഗമായാലും എല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് ഉമ്മൻചാണ്ടി മനസ്സിലാക്കിക്കോളും. മുഖ്യമന്ത്രിയെ ഇനി മുതൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന പിണറായിയുടെ വാക്കുകളാണിത്. ഭരണഘടന ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി കോടതിയെ സമീപിച്ച വ്യക്തിയായിരുന്നു എ.കെ.ജി. ഭരണകൂടം അന്യായമായി തടവിൽ വെച്ചതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ചരിത്രത്തിന്റെ ഭാഗമാണ്. എ.കെ. ഗോപാലൻ വേഴ്സസ് ദി സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസിലാണ് പൌരന്റെ മൌലികാവകാശങ്ങൾ നിഷേധിക്കാൻ ഭരണകൂടത്തിനാവില്ലെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനും യോഗം ചേരാനും സംഘടന ഉണ്ടാക്കാനുമുള്ള വ്യക്തികളുടെ മൌലികാവകാശങ്ങൾ നിഷേധിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത്. സംഘടിത ശക്തി ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് പ്രാകൃതമാണെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഒരാളെ ഞങ്ങൾ യാത്ര ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ സങ്കല്പത്തിൻ്റെ അടിത്തറയെ തകർക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് ആദ്യത്തെ ശ്രദ്ധേയമായ കേസ് ഈ കാര്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ച ആൾ എ.കെ.ജിയാണ്, എ.കെ. ഗോപാലനാണ്. അതിൽ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശമാണ് പ്രധാനമായിട്ടും പ്രിവെൻറ്റീവ് ഡിറ്റൻഷനോട് ബന്ധപ്പെട്ട് പറഞ്ഞത്. പക്ഷേ അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളായിരുന്നു ഭരണഘടനയുടെ 19-ാം വകുപ്പ് അനുസരിച്ചുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്നു എന്നുള്ള വാദവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഈ അതിര് വിട്ടുള്ള ഈ പോക്ക് ശരിയല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത സമരമാർഗമാണ് സിപിഎം നടപ്പിലാക്കുന്നത്. വ്യക്തികളെ അന്യായമായി തടഞ്ഞുവെക്കുകയും വഴി നടക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സമരത്തിനെതിരെ ജനരോഷം ഉയരുമെന്ന് ഉറപ്പാണ്. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന സമരമാർഗം പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. ഈ പ്രാകൃത സമരമാർഗം മനുഷ്യാവകാശങ്ങളുടെ ലംഘനവും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയുമാണ്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറത്തുള്ള ആളുകൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി എന്ത് തീരുമാനിക്കുന്നുവോ അതൊക്കെ നിയമവും ഈ രാജ്യത്തിൽ അതിന് പുറമെ കോടതിയും സംവിധാനങ്ങളെല്ലാം അവർക്ക് ബാധകമാണ്. ഈ പാർട്ടിക്ക് അതൊന്നും ബാധകമല്ല. അവരുടെ പോളിറ്റി ബ്യൂറോ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. പോളിറ്റി ബ്യൂറോ എന്ന് പറഞ്ഞത് എക്സിക്യൂട്ടീവാണ്, ഗവൺമെൻറ്റിൻ്റെ ഇലക്ടഡ് ഗവൺമെൻറ്റാണ്. എന്താ ഈ പോളിറ്റി ബ്യൂറോ? അവരല്ലേ തീരുമാനിക്കുന്നതൊക്കെ. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തനായി നടക്കുന്ന ഒരു സെക്രട്ടറി, ഒരു കുറ്റവും ആരോപിക്കാത്ത സംവിധാനങ്ങൾ, നിലവിലുള്ള സംവിധാനങ്ങളുണ്ട്. സർക്കാർ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് ആരോപിക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയെ, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ റോട്ടിൽ കൂടി നടക്കാൻ സമ്മതിക്കില്ല, പരിപാടികൾ പങ്കെടുക്കാൻ സമ്മതിക്കില്ല. ആ പറയുന്ന ധിക്കാരാണ്, ജനാധിപത്യ വിരുദ്ധാണ്, ഫാസിസ്റ്റ്. ഇവർ പാർട്ടിയുടെ ഫാസിസ്റ്റ് മുഖമാണ് അനാവരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അന്യായമായി തടഞ്ഞുവെക്കുകയും സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്നും പരസ്യമായി പ്രഖ്യാപിച്ച സിപിഎമ്മിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമാണ്. തോൽക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അപരിഷ്കൃതമായ സമരരീതികളെ പ്രതീക്ഷിക്കാവൂ എന്നാണ് ജനങ്ങളുടെ പക്ഷം. റോയ് മാത്യു, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.